സംസ്ഥാനത്തെ ബോട്ടുകളുടെ ലൈസൻസ് ഫീസ് നിരക്ക് പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെറുകിട ബോട്ടുകൾക്കും വലിയ ബോട്ടുകൾക്കും ഒരേ ഫീസ് നിരക്ക് ഏർപ്പെടുത്തിയത് അശാസ്ത്രീയമാണെന്നും മാറ്റം വരുത്തണമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. വർഷങ്ങളായിട്ടും പരിഹരിക്കപ്പെടാത്ത പ്രശ്നം പുതിയ സർക്കാർ പരിഗണിക്കുമെന്നാണ് ബോട്ടുടമകളുടെ പ്രതീക്ഷ. ലാണ് കഴിഞ്ഞ സർക്കാർ എല്ലാ മത്സ്യബന്ധന ബോട്ടുകൾക്കും ഒരേ ലൈസൻസ് ഫീസ് നിരക്ക് ഏർപ്പെടുത്തിയത്. ചെറിയ ബോട്ടുകൾക്ക് നേരത്തെ 2120 രൂപയായിരുന്നു ഫീസ്. ഇതാണ് 12 ഇരട്ടി വർദ്ധിപ്പിച്ച് 26,250 രൂപയാക്കിയത്. വലിയ ബോട്ടുകൾക്കും ഇതുതന്നെയാണ് ഫീസ്. നിരക്കുയർത്തിയത് 100 HP മുതൽ 120 HP വരെയുള്ള എഞ്ചിൻ പവർ ഉപയോഗിച്ച് പരമാവധി 10 നോട്ടിക്കൽ മൈൽ ദൂരം പോയി മത്സ്യബന്ധനം നടത്തുന്ന ചെറിയ ബോട്ടുകാർക്ക് തിരിച്ചടിയായി. മത്സ്യത്തൊഴിലാളികൾക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചു. പുതിയ സർക്കാർ അധികാരത്തിലേറിയാൽ ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ 2:30 മണിക്ക് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നമ്മൾ സംസ്ഥാന അധ്യക്ഷൻ ലീലാകൃഷ്ണൻ. ആ മീറ്റിംഗിൽ നമ്മൾ പുതിയ ഗവൺമെന്റ് നല്ല പ്രതീക്ഷ ഉള്ളത് കാര്യങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കും. 20,000 രൂപയിലധികം ചെലവഴിച്ചാണ് ഓരോ ചെറിയ ബോട്ടുകളും മത്സ്യബന്ധനത്തിന് പോകുന്നത്. കടൽ കനിയാത്തതിനാലും കോവിഡ് മൂലവും തകർന്നടിഞ്ഞ നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നിത്യചെലവിന് പോലും വഴിയില്ലാതെ കഴിയുമ്പോഴാണ് കഴിഞ്ഞ സർക്കാർ 10 ഇരട്ടിയിലധികം ഫീസ് ഈടാക്കിയതെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ സർക്കാർ എത്ര ശതമാനം കൂട്ടുന്ന ഒരു വർഷത്തെ ഫീസും ലൈസൻസും എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ 2,500 2,600 അടക്കുന്നതിൻ്റെ അത്ര ഇരട്ടിയാണ് അടിച്ചിട്ടുള്ളത്. 20,000 24,000 25,000 ആ കണക്ക് കൃത്യമല്ല. ഞാനൊരു സുമാർ കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യങ്ങൾ മണ്ണെണ്ണ എന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ല. എല്ലാ വള്ളങ്ങൾക്ക് മണ്ണെണ്ണ എന്ന് പറഞ്ഞ സാധനം തന്നെ കിട്ടാനില്ല. പിന്നെ പൂത്തിവെപ്പിൽ വലിയ ബ്ലാക്കിന് വലിയ പൈസക്കാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡീസൽ സബ്സിഡി നിർത്തലാക്കിയതിൽ നേരത്തെ മത്സ്യത്തൊഴിലാളികൾ കടുത്ത പ്രതിഷേധമുയർത്തിയിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളിൽ പുതിയ UDF സർക്കാരിലൂടെ മാറ്റം വരുത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.